നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ കേരളക്കര ശ്വാസം അടക്കിപ്പിടിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. വിവിധ മാധ്യമങ്ങളും സർവേ ഏജൻസികളുമൊക്കെ തെരഞ്ഞെടുപ്പ് ഫലം എന്താകുമെന്ന് ഇതിനോടകം തന്നെ പ്രവചിച്ചു കഴിഞ്ഞു. എല്ലാവരും ഓരോ കണക്കുകൾ പറയുമ്പോഴും ഒരു വ്യത്യസ്തത അല്ലെങ്കിൽ ഒരു പുതുമ എല്ലാവരും ആഗ്രഹിക്കും. നമ്മൾ ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും AI സാങ്കേതിക വിദ്യ ഉപയോഗിക്കാറുണ്ട്. ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാനോ വിവരങ്ങൾ തിരയാനോ ഒക്കെ നമ്മൾ ആശ്രയിക്കുന്ന നമ്മളൊക്കെ ചില ഓമന പേരൊക്കെ ഇട്ട് വിളിക്കുന്ന ChatGPT. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ChatGPTക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. രാഷ്ട്രീയ നിരീക്ഷകർക്ക് അവരുടേതായിട്ടുള്ള കണക്കുകൾ ഉണ്ടാകാം. പക്ഷേ ഏതെങ്കിലും ഒരു പക്ഷം ചേരാതെ ഡാറ്റകൾ മാത്രം വിശകലനം ചെയ്ത് ChatGPT തരുന്ന ഫലം നിങ്ങളെ ഞെട്ടിച്ചേക്കാം. 14 ജില്ലകളിലെയും ആ കൗതുകകരമായ പ്രവചനങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇതെല്ലാം ChatGPTയുടെ പ്രവചനം മാത്രമാണ്. ജില്ലകൾ തിരിച്ചുള്ള വിശദമായ വിശകലനമാണ് നമുക്ക് വേണ്ടത്. ആദ്യം വടക്കൻ കേരളത്തിൽ നിന്നും തന്നെ ആരംഭിക്കാം. അങ്ങ് വടക്കേയറ്റത്ത് കാസർഗോഡ് ജില്ലയിൽ 5-ൽ 3 സീറ്റുകൾ നേടി UDF മേധാവിത്വം ഉറപ്പിക്കുമെന്നാണ് ChatGPT കണക്ക് കൂട്ടുന്നത്. BJPയുടെ A ക്ലാസ് മണ്ഡലമായ മഞ്ചേശ്വരത്ത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ട് എങ്കിൽ പോലും അത് വോട്ട് ഭിന്നിപ്പിക്കലിലൂടെ UDFന് ഗുണകരമാകും എന്നാണ് ChatGPT പറഞ്ഞു വെക്കുന്നത്. അതേസമയം LDF 2 സീറ്റുകളിൽ ഒതുങ്ങിയേക്കാമെന്നും പ്രവചനമുണ്ട്. ഇനി മറ്റൊരു ജില്ല കണ്ണൂരാണ്. കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ തെളിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, K സുധാകരൻ, അങ്ങനെ ഒരു പിടി മുതിർന്ന നേതാക്കളുടെ മുഖമാണ്. ചുവപ്പുകോട്ടയായ കണ്ണൂരിൽ 11 സീറ്റുകളിൽ 7 നിലനിർത്തി LDF കരുത്ത് തെളിയിക്കുമെന്ന് തന്നെയാണ് ChatGPTയുടെ പ്രവചനം. എന്നാൽ ഭരണവിരുദ്ധ വികാരവും UDFന്റെ സംഘടനാപരമായ മുന്നേറ്റവും 4 സീറ്റുകളിൽ വരെ അട്ടിമറിക്ക് വഴി തെളിക്കുമെന്നും അടിവരയിടുന്നുണ്ട്. ഇത് നമ്മുടെ വാക്കല്ല, ChatGPT വിശകലനം ചെയ്ത കണക്കുകളാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി വയനാട് ജില്ലയിലേക്ക് പോയാൽ 3-ൽ 2 സീറ്റുകളും UDF തൂത്തുവാരുമ്പോൾ LDF 1 സീറ്റിൽ ഒതുങ്ങുമെന്നാണ് പ്രവചനം. 3 സീറ്റും തങ്ങൾ നേടുമെന്ന് UDF അവകാശവാദം ഉന്നയിക്കുമ്പോഴാണ് ChatGPTയുടെ ഈ പ്രവചനമെന്ന് ഓർക്കണം. വടക്കൻ കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ജില്ലയാണ് കോഴിക്കോട്. 13 സീറ്റുകളുള്ള കോഴിക്കോട് ഇത്തവണയും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാനാണ് സാധ്യത. 8 സീറ്റുകളുമായി LDF ആധിപത്യം തുടരുമെങ്കിലും നഗരമണ്ഡലങ്ങളിൽ UDF 5 സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ChatGPTയുടെ പ്രവചനം. മലപ്പുറം UDFന്റെ ഉരുക്കുകോട്ടയെന്ന് അറിയപ്പെടുന്ന ജില്ലയാണ്. ആകെയുള്ളത് 16 സീറ്റാണ്. ഇതിൽ 12 സീറ്റുകൾ നേടി UDF തരംഗം സൃഷ്ടിക്കുമ്പോൾ LDFന് ഇവിടെ 4 സീറ്റുകളിൽ തൃപ്തിപ്പെടേണ്ടി വരും എന്നാണ് സൂചന. ന്യൂനപക്ഷ ഏകീകരണം ഇവിടെ UDFന് വലിയ കരുത്താകും എന്ന് ChatGPT പറഞ്ഞു വയ്ക്കുകയാണ്. മുൻ വർഷങ്ങളിൽ കണ്ടതുപോലെ ആകില്ല ഇത്തവണ മലപ്പുറത്തെ പോരാട്ടമെന്ന് LDFും മുഴുവൻ സീറ്റും തങ്ങൾ തൂത്തുവാരുമെന്ന് UDFും പറഞ്ഞ ഈ ജില്ലയിലാണ് ഈ വമ്പൻ പ്രവചനം നടത്തിയിരിക്കുന്നത്. ഇനി അടുത്തേത് പാലക്കാട് ജില്ലയാണ്. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ അവർ വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ടെങ്കിലും അവസാന നിമിഷം UDF LDF പോരാട്ടം കടുക്കുന്നതോടെ BJPക്ക് പാളിച്ചകൾ സംഭവിക്കാം എന്നാണ് ChatGPT മുന്നറിയിപ്പ് നൽകുന്നത്. ഇവിടെ 6 സീറ്റ് LDFനും 5 സീറ്റ് UDFനും ലഭിക്കുമ്പോൾ BJP 1 സീറ്റിൽ അത്ഭുതം കാണിച്ചേക്കാം എന്നും സൂചനയുണ്ട്. ഇനി തൃശൂർ ജില്ലയാണ്. തൃശൂരിലെ ലോക്സഭാ ഫലം നിയമസഭാ ഫലത്തിലും ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. സുരേഷ് ഗോപി ഇഫക്റ്റ് വോട്ട് വിഹിതം കൂട്ടുമെങ്കിലും സീറ്റുകളായി മാറാൻ പ്രയാസപ്പെടും. 7 സീറ്റിൽ LDFും 6 സീറ്റിൽ UDFും വിജയിക്കുമെന്നാണ് ChatGPT പറയുന്നത്. ഇനി മറ്റൊരു താര ജില്ലയാണ് എറണാകുളം. VD സതീശന്റെയും UDFന്റെയും കരുത്ത് ഇത്തവണ എറണാകുളം ജില്ലയിൽ പ്രകടമാകും എന്ന് തന്നെയാണ് ChatGPTയും പറയുന്നത്. 14-ൽ 10 സീറ്റുകളും UDF സ്വന്തമാക്കുമ്പോൾ LDF വെറും 4 സീറ്റുകളിൽ ഒതുങ്ങും എന്നാണ് പ്രവചനം. നഗരമണ്ഡലങ്ങൾ പൂർണ്ണമായും UDFനെ പിന്തുണയ്ക്കുന്നതായിട്ടാണ് ChatGPT ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിന്റെ ഹൃദയഭാഗത്തു നിന്നും മലയോര മേഖലയിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മുടെ മുന്നിലെത്തുന്നത് ഇടുക്കിയാണ്. ഇടുക്കിയിൽ 5-ൽ 3 സീറ്റുകൾ LDF നിലനിർത്തുമ്പോൾ കർഷക പ്രശ്നങ്ങളും പട്ടയ വിഷയങ്ങളും UDFന് 2 സീറ്റുകളിൽ ഗുണകരമാകും എന്നാണ് പ്രവചനം. അതേസമയം മറ്റൊരു കർഷക ജില്ലയാണ് കോട്ടയം. കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ പോരാട്ടം കടുപ്പമേറിയതാകുമ്പോൾ 9 സീറ്റുകളിൽ 5 നേടി UDF തങ്ങളുടെ മേധാവിത്വം തിരിച്ചു പിടിക്കും എന്നാണ് ChatGPT പറഞ്ഞു വെക്കുന്നത്. ഇനി രാഷ്ട്രീയ ചാഞ്ചാട്ടവും ചുവടുമാറ്റവുമെല്ലാം കണ്ട ആലപ്പുഴ ജില്ലയിലേക്കാണ്. ഇടതുപക്ഷത്തിന്റെ നെടുന്തോണായി ആലപ്പുഴ തുടരും എന്ന് തന്നെയാണ് ChatGPTയുടെ നിഗമനം. 9-ൽ 6 സീറ്റുകൾ LDF നിലനിർത്തും എന്നും പ്രവചിക്കുന്നുണ്ട്.
എന്നിരുന്നാൽ പോലും ചില തീരദേശ മണ്ഡലങ്ങളിൽ UDF അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. കണ്ണൂർ ഇടതുമുന്നണിയുടെ കോട്ടയെങ്കിൽ കൊല്ലം ഇടതുമുന്നണിയുടെ അടിത്തറയാണ്. ആ അടിത്തറ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്ന് ഇളകിയതാണ്. ഇത്തവണ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്ന് ChatGPT ചോദിച്ചാൽ 11 സീറ്റിൽ 7 സീറ്റുകൾ LDF നിലനിർത്തും എന്ന് AI പറയുന്നുണ്ട്. ഒരു കാര്യം കൂടി ChatGPT പറഞ്ഞു വെക്കുന്നുണ്ട്. കൊല്ലത്തെ ഗ്രൂപ്പ് പോരാട്ടങ്ങൾ ഒഴിവാക്കാൻ സാധിച്ചുവെങ്കിൽ UDFന് സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും ഈ ഡേറ്റ വിശകലനം സൂചിപ്പിക്കുന്നു. രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്ന മറ്റൊരു ക്ലാസ് ജില്ലയാണ് പത്തനംതിട്ട. ഇവിടെ 5 സീറ്റുകളിൽ 3 LDFനും 2 UDFനും ലഭിക്കുമെന്നാണ് പ്രവചനം. പക്ഷേ BJP വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നത് ഇരു മുന്നണികളെയും ഒരുപോലെ ആശങ്കയിലാക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലും ChatGPT നൽകുന്നുണ്ട്. ഇനി അടുത്തത് തലസ്ഥാന നഗരിയാണ് തിരുവനന്തപുരം ജില്ലയാണ്. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളായ നേമത്തും വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും കടുത്ത പോരാട്ടമാണ് നടക്കുന്നത് എന്നാണ് ChatGPT വിലയിരുത്തുന്നത്. വോട്ട് വിഹിതത്തിൽ BJP വൻ മുന്നേറ്റം നടത്തുമെങ്കിലും സീറ്റുകളുടെ എണ്ണത്തിൽ LDF 8ഉം UDF 5ഉം നേടി മുന്നിലെത്തും എന്നാണ് പ്രവചനം. പക്ഷേ BJP ഒരു സീറ്റിൽ വിജയിച്ചേക്കാമെന്നും ChatGPT പറയുകയാണ്. അങ്ങനെ 14 ജില്ലകളിലെയും അക്കങ്ങൾ കൂട്ടി നോക്കിയാൽ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വാശിയേറിയ ഒരു ഫലമാണ് ഇത്തവണ വരാനിരിക്കുന്നത്. ChatGPTയുടെ ഫൈനൽ പ്രൊജക്ഷൻ അനുസരിച്ച് LDF 66 മുതൽ 72 വരെ സീറ്റുകളും UDF 68 മുതൽ 74 വരെ സീറ്റുകളും NDA 0 മുതൽ 2 സീറ്റുകൾ വരെയും നേടിയേക്കാം. കേവല ഭൂരിപക്ഷമായ 71 എന്ന മാന്ത്രിക സംഖ്യയ്ക്ക് ചുറ്റും കേരള രാഷ്ട്രീയം ഇങ്ങനെ വട്ടം കറങ്ങുകയാണ്. ഓരോ വോട്ടും നിർണായകമാകുന്ന ഒരു ഫോട്ടോ ഫിനിഷ് തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത് എന്നതാണ് ChatGPT പറയുന്നത്. ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഈ പ്രവചനം മുഴുവനും ChatGPTയുടെ ഡേറ്റ വിശകലനത്തിന്റെ മാത്രം ഭാഗമാണ്. ഇനി ജില്ലകൾ കഴിഞ്ഞു, സംസ്ഥാനത്തിന്റെ ആകെ ചിത്രം കണ്ടു. ഇനി കേരളക്കര ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുന്ന ആ വലിയ ചോദ്യമാണ്, ഭരണ തുടർച്ചയുണ്ടായാൽ പിണറായി വിജയൻ തുടരുമോ, അതോ UDF അധികാരത്തിൽ വന്നാൽ ആ ഭരണചക്രം തിരിക്കാൻ ആരായിരിക്കും എത്തുക? സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ ഇടനാഴികളിലും കുറേയധികം പേരുകൾ ഇതിനോടകം തന്നെ നമ്മൾ കേട്ടു, ഉയർന്നു കഴിഞ്ഞു. എന്നാൽ ChatGPTയുടെ പക്കൽ ഇതിനും കൃത്യമായ ഒരു ഉത്തരമുണ്ട്. വെറുമൊരു ലോട്ടറി അടിച്ചെടുക്കുന്നത് പോലെയല്ല AI ഈ പേര് പറയുന്നത്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ, ഘടകകക്ഷികൾക്കിടയിലെ സ്വീകാര്യത, നിയമസഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെതിരെ നടത്തിയ പോരാട്ടങ്ങൾ, പിന്നെ ജനങ്ങൾക്കിടയിലെ പ്രീതി, ഇതെല്ലാം ഡിജിറ്റൽ സ്കെയിലിൽ അളന്നു തൂക്കിയാണ് ChatGPT ഈ പേര് പ്രവചിക്കുന്നത്. അതെ, 2026 കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ChatGPT വിരൽ ചൂണ്ടുന്നത് BD സതീശൻ എന്ന പേരിലേക്കാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പ്രതിപക്ഷത്തെ ഒരു കുടക്കീഴിൽ അണിനിരത്തുന്നതിലും സർക്കാരിന്റെ ഓരോ വീഴ്ചയും ജനങ്ങളിൽ എത്തിക്കുന്നതിലും അദ്ദേഹം നടത്തിയ മാസ്റ്റർ പ്ലാനിന് കേരളം നൽകുന്ന അംഗീകാരമാകും ഇത് എന്നാണ് AI വിശകലനം ചെയ്യുന്നത്. സതീശൻ എന്ന കരുത്തനായ നേതാവ് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ 100% സാധ്യതയുണ്ട് എന്ന് ChatGPT അടിവരയിടുകയാണ്. അങ്ങനെ 2026 നിയമസഭാ ഫലവും മുഖ്യമന്ത്രിയെയും എല്ലാം ChatGPT പ്രവചിച്ചു കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യം പ്രധാനമായും ഓർക്കണം, ഇതൊക്കെ AIയുടെ വെറും ഡേറ്റ കളികളാണ്. ജനമനസ്സ് എന്തെന്നോ ജനം എങ്ങനെ ചിന്തിച്ചെന്നോ പ്രവചിക്കാൻ ഒരു AI സാങ്കേതിക വിദ്യയ്ക്കും ChatGPTക്കും കഴിയില്ല എന്നത് വാസ്തവമാണ്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് ChatGPT പ്രവചിച്ച ഈ അക്കങ്ങൾ സത്യമാകുമോ, അതോ കേരളം മറ്റൊരു വിധി എഴുതുമോ? കാത്തിരിക്കാം, ഇനി നിമിഷങ്ങൾ മാത്രം.